ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മളൊരു യാത്രയാണ് പോകുന്നത്. പാലുകാച്ചി മലയിലേക്ക് യാത്ര ചെയ്യാനാണ് ഇന്നത്തെ പരിപാടി. ഇവിടെ കുറച്ച് യാത്രക്കാർ വന്നിട്ടുണ്ട്. എനിക്കും മലക്കോട്ട് പോകണം. അതിന് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം. അവിടെ ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് ഇവരൊക്കെ ടിക്കറ്റ് എടുക്കുന്നുണ്ട്, ഞാനും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നേരെ പാലുകാച്ചിക്ക് പോകണം. ഇത് ഒരു കുരിശിൻ തൊട്ടിയാണ്. ഇതിൻ്റെ അപ്പുറമാണ് ഫോറസ്റ്റ്. അവിടുന്ന് അങ്ങ് തുടങ്ങുകയാണ് പാലുകാച്ചിക്ക്. മല കയറി പോകണം. അവരിപ്പോൾ ഇങ്ങോട്ട് വരും. ഇനി ഇവിടുന്ന് യാത്ര ചെയ്യുക. ഇതൊരു അമ്പല വകുപ്പിൻ്റെ കെട്ടിടമാണിത്. ഇത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചിരിക്കുന്നതല്ല. നമ്മൾ ഇതിനകത്തെ നിബന്ധനകളൊക്കെ പാലിക്കണം, നിയമങ്ങളൊക്കെ പാലിക്കണം കാട്ടിലോട്ട് കയറുമ്പോൾ. അതിനുവേണ്ടി അവരതവിടെ കൊടുത്തിരിക്കുന്നതാണ്. ഇതൊരു വിഗ്രഹം. ഇത് ഗണപതിയുടെ വിഗ്രഹമാണ്. ഇതിൻ്റെ കൈയൊന്നുമില്ല. ഇതൊക്കെ എങ്ങനെയൊക്കെയോ ഒടിഞ്ഞു പോയി. കുറേ പഴക്കമുള്ള വിഗ്രഹമാണിത്. ഇതുപോലുള്ള പല വിഗ്രഹങ്ങളും ഈ കാട്ടിൽ കൂടെ വെച്ചിട്ടുണ്ട്. ഇത് അമ്പലക്കാർ കൊണ്ട് വെച്ചിരിക്കുന്നതാണ്. ഈ വിഗ്രഹമൊക്കെ അങ്ങോട്ട് തിരുവനന്തപുരത്തു നിന്ന് കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. യാത്ര ചെയ്ത് വന്നവർ പുരുഷന്മാരിവിടെ വന്നിരിപ്പുണ്ട്. കുറച്ച് സ്ത്രീ ജനങ്ങൾ കയറി വരാനുണ്ട്. അവരെ കാത്തിരിക്കുക. ഒരു വൻ മരത്തിൻ്റെ കീഴിലാണ് അവർക്ക് ഇരിക്കുന്നത്. ഈ മരത്തിൻ്റെ പേര് ഉരുപ്പെന്നാണ്. സൂപ്പർ മരം കേട്ടോ. എന്നാ വലിപ്പമെന്നറിയും. ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് മെല്ലെ നീങ്ങുക. ഞാനും ഇവരുടെ കൂട്ടത്തിൽ മെല്ലെ പോകുന്നു. എൻ്റെ ഉദ്ദേശം വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. അവരും ഫോട്ടോയൊക്കെ എടുത്ത് ഇവർ അധ്യാപകരാണ്. കോളത്തിട്ട് സ്കൂളിലെ ഹെഡ് മാഷും വേറെ കുറച്ച് അധ്യാപകരുമാണ്. ഈ അധ്യാപകർ വേറെ കുറച്ച് ദൂരെ നിന്ന് വന്നതാണ്. അവരാരൊക്കെയാണെന്നൊക്കെ പിന്നീട് നമുക്ക് പരിചയപ്പെടാം. ഇപ്പം അവരിപ്പോൾ അങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ അവരുടെ പുറകിലാണുള്ളത്. ഞാനും കയറി വരുന്നു. അന്നേരം മുമ്പ് ഈ സാറ് ഒരു വള്ളിയായിരുന്നു, ഊഞ്ഞാലാടുന്നുണ്ടോ. ഇപ്പോൾ പാലുകാച്ചി മലയുടെ അടുത്തെത്താനായി. പരമാവധി കയറ്റം കയറി ഇങ്ങെത്തി. വീഡിയോ ഇതിൻ്റെ ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കുറേയെല്ലാം കട്ടാക്കി വിട്ടതാണ്. വീഡിയോ ഒരുപാട് സമയം ദീർഘിച്ചു പോകും. അതുകൊണ്ട് കുറേ കട്ടാക്കി, ഇടഭാഗമൊക്കെ കട്ടാക്കിയതാണ്. ഇത് നല്ല മല കയറി വന്നതാണ്. ഇതേ ബാക്കിയുള്ളവർ കയറി വരുന്നുണ്ടോ. ഇതിൻ്റെ താഴ്വാരം കൊട്ടിയൂരാണ്. ഈ നിൽക്കുന്ന പാറമ്പുല്ലാണ്, പാറമ്പുല്ല്. ഇത് തെരുവ് പുല്ലോ അല്ലെങ്കിൽ വയനാടിനൊന്നുമല്ല. ഇത് പാറയിൽ ഇങ്ങനെ കിളുക്കുന്ന ഒരു തരം പുല്ലാണ്. ഇത് വേനൽക്ക് ഉണങ്ങിപ്പോവും. മഴക്കാലത്ത് ഒരു 2 മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ പൊട്ടിയാർത്ത് കയറി വരും. കയറി വരുന്നുണ്ട് ഓരോരുത്തർ. മുന്നോട്ട് കുറച്ച് പേര് പോയി ബാക്കിയുള്ളവർ കയറി വരുന്നു. കാണേണ്ട ഒരു പാറക്കെട്ട് തന്നെയാണ് കേട്ടോ. ഇവിടെയുണ്ട് ഒരു വിഗ്രഹം. ഇതിൻ്റെ തലയൊന്നുമില്ല, അതൊക്കെ എപ്പോഴോ പോയി. ഇത് തിരുവനന്തപുരത്തു നിന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ പല സ്ഥലത്തൂടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇത് അമ്പല വകുപ്പിൻ്റെയാണ് ശരിക്കും പറയുകയാണ് ഈ സ്ഥലം. പാലുകാച്ചി മല താഴെ കാണുന്ന കൊട്ടിയൂരാണ്. കൊട്ടിയൂർ പിന്നെ നീണ്ടു നോക്കി. ഈ താഴെ കാണുന്ന ആ പാറക്കെട്ടുണ്ടല്ലോ, അങ്ങോട്ട് നിരോധനമാണ്. അങ്ങോട്ട് പോകാൻ പറ്റില്ല. ആളുകളെ കടത്തി വിടുക. കാരണം അപകട മേഖലയാണ്. അപാര കൊക്കയാണ് കേട്ടോ. താഴേക്ക് നോക്കി എന്നാ ഇറക്കമാണെന്നറിയോ. ഈ പാറയെന്നെങ്ങാനും കാല് തെറ്റി പോയിട്ടുണ്ടെങ്കിൽ പൊടി പോലും കിട്ടുകയില്ല. വമ്പൻ കൊക്കയാണ്. അക്കരെ മലയൊക്കെ ഉണ്ടോ, ചെറിയ വീടുകൾ ഇരിക്കുന്നുണ്ടോ. അതിലൊരു വഴി പോയിട്ടുണ്ട് താഴേക്ക്. അത് നേരെ നീണ്ടു നോക്കി ടൗണിലേക്കുള്ള വഴിയാണ്. അതിൽ ആ കാണുന്നത് നീണ്ടു നോക്കിയാണ്. ഇന്നിപ്പോൾ ഏതായാലും ഇവിടെ വീഡിയോ എടുക്കാൻ വന്നപ്പം ഒരുപാട് വെയിലൊന്നുമില്ല, ചെറിയ വെയിലേ ഉള്ളൂ. മൂടിയ അന്തരീക്ഷം, അതുകൊണ്ട് വലിയ വിഷയമില്ല. ഇല്ലെങ്കിൽ
അമ്മാതിരി വെയിലായിരിക്കും, പമ്പം വെയിലായിരിക്കും. എന്നാ ഉയരത്തിലാണ് നിൽക്കുന്നതെന്നറിയോ പാലുകാച്ചി. അപാര ഒരു പാറക്കെട്ട് തന്നെയാണ്. എത്ര പഞ്ചായത്ത് കാണാമെന്നറിയോ ഇവിടെ നിന്നാൽ. ശരിക്കും വന്ന് ആസ്വദിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഉണ്ടോ താഴേക്ക് നോക്കിയേ, അങ്ങ് ദൂരെ കേളകം കാണാം. അങ്ങതാ ഓരോ പ്രദേശത്തിൻ്റെ ദിക്ക് വരെ നമുക്ക് ഇവിടുന്ന് കണക്ക് കൂട്ടാം, സ്ഥലം കാണാൻ പറ്റിയില്ലെങ്കിലും. ആ കാണുന്നതാണ് കേളകം, ഇതോ കാണുന്നത് ദൂരെ. അവിടുന്ന് അങ്ങനെ മുന്നോട്ട് പോയി അങ്ങ് പേരാവൂർ ഇരുട്ടി അങ്ങനെയുള്ള വശങ്ങൾ നമുക്ക് ഏകദേശം തിട്ടപ്പെടുത്താൻ പറ്റും. നിരോധിച്ച പാറക്കെട്ടാണ് ആ താഴെ കാണുന്നത്. ഉണ്ടോ ആ പച്ചപ്പ് പിടിച്ച് നിൽക്കുന്നത്. അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകാൻ അനുവാദമില്ല. അവിടെ ഇതിലും ഭയങ്കര കടുത്ത കുത്തനെയുള്ള താഴേക്കുള്ള ഇറക്കമാണ്. നോക്കാനാവില്ല, തലകറങ്ങും. അതിന് വേറെ എന്തെങ്കിലും സെറ്റപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടൊക്കെ പോകാം. ഇപ്പോൾ അങ്ങോട്ട് പോകാൻ അനുവാദമില്ല. ഒരു മാസം മുമ്പ് ഇവിടെയുള്ള ആ കാണുന്ന ആ പുല്ലെല്ലാം അതിൻ്റെ അടിവശം എല്ലാം ഉണങ്ങി കിടക്കുമായിരുന്നു. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാം പൊട്ടി ആർത്ത് കയറി വന്നതാണ്. അധ്യാപകർ ഇവിടെ ഇരിക്കുന്നു, ഒന്ന് ചോദിച്ചു നോക്കാം. സാറിൻ്റെ പേരെന്താ? പേര് നിസാർ. സാർ എവിടെ താമസിക്കുന്നത്? ഇവിടെ പാൽക്കാച്ചി മലയിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്റർ അപ്പുറമുള്ള ചെങ്ങളായി എന്ന പ്രദേശത്ത്. അതെ. ഇപ്പോൾ ഇവിടെ ഈ പാലുകാച്ചി മലയിലേക്ക് ടൂറായിട്ട് വന്നു. ഞങ്ങൾ കുറച്ച് അധ്യാപകര് പാൽക്കാച്ചി മലയുടെ വശ്യത ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വന്നു. വന്നിട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ഏകദേശം 32 വർഷം മുമ്പുള്ള ആഗ്രഹമായിരുന്നു ഈ പാൽക്കാച്ചി മലയുടെ വശ്യത. ഞാൻ ഇരിക്കൂർ ROLP സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒന്നിച്ച് വർക്ക് ചെയ്ത ഒരു അധ്യാപികയിലൂടെയാണ് ഈ പാൽക്കാച്ചി മലയെക്കുറിച്ച് അറിയുന്നത്. അന്നു മുതൽ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ഇവിടെ എത്തിപ്പെടാൻ പറ്റിയില്ല. ഈ വർഷമാണ് അതിനുള്ള സാഹചര്യം ഒരുങ്ങിയത്. ഞാൻ പാൽക്കാച്ചി മലയുടെ അടിവാരത്തിലുള്ള ഗവൺമെൻറ് LP സ്കൂൾ കോളിത്തട്ടിൽ ഹെഡ് മാസ്റ്ററായി ജോയിൻ ചെയ്തതിന് ശേഷം വീണ്ടും എൻ്റെ ആഗ്രഹങ്ങൾ പൂത്തുലഞ്ഞു. ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് ആഗ്രഹം പറയുകയും അതിനുള്ള അവസരം ഈ സമയത്താണ്, ഏകദേശം 4 മാസത്തിന് ശേഷമാണ് ഞങ്ങൾക്കിവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. ഇന്ന് രാവിലെ ഞങ്ങളിവിടെ വരികയും ഇതിൻ്റെ ആ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. വളരെ ഒരുപാട് ട്രക്കിങ്ങും അതുപോലെ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലും പോകാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാനും ഞങ്ങളുടെ കൂട്ടുകാരും. ശരി സാർ. അതിൽ നിന്നൊക്കെ ഈ വന്ന വഴിക്ക് എന്തെങ്കിലും ഈ കാട്ടിക്കൂടല്ലേ കടന്നു വരുന്നത്? അതെ. എന്തെങ്കിലും മൃഗങ്ങളൊക്കെ വല്ലതും കണ്ടോ? മൃഗങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിലും മൃഗങ്ങളുടെ സൗണ്ട്, കാട്ടുകോഴി ഉൾപ്പെടെയുള്ള പക്ഷികളുടെ സൗണ്ട് ഞങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. അതുപോലെ കാനനത്തിൻ്റെ വശ്യത, ചീവീടിൻ്റെ സൗണ്ട്, അതൊക്കെ ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ട് സാവധാനത്തിൽ നടന്ന് കയറി. ടീച്ചർമാരൊക്കെ എവിടെയാണ് താമസിക്കുന്നത്? സ്കൂളിന്റെ സമീപ പ്രദേശങ്ങളിൽ തന്നെ താമസിക്കുന്നത്. എല്ലാവരും കണ്ണൂർ ജില്ലക്കാരാണോ? കണ്ണൂർ ജില്ലക്കാരാണ്. സാറിന്റെ പേരെന്ത് പറയും? എൻ്റെ പേര് നിശാന്ത്. ഞാൻ അഞ്ചരക്കണ്ടി എന്നുള്ള പ്രദേശത്താണ് താമസിക്കുന്നത്. നിസാർ മാഷ് ഇരിക്കൂറിൽ വർക്ക് ചെയ്ത സമയത്ത് നിസാർ മാഷ ഇവിടെ ഹെഡ് മാഷായി വന്നതിന് ശേഷമാണ് മാഷിന്റെ സ്കൂളിൽ സന്ദർശിക്കണം, ആ ഒരു പ്രദേശം വളരെ വശ്യത ആകുന്ന ഒരു പ്രദേശമാണെന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ടൂർ പ്ലാൻ ചെയ്യായിരുന്നു. ഹരീന്ദ്രൻ, മട്ടന്നൂരിനടുത്ത് കൊടുവളപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതേപോലെ പാലുകാച്ചി പാറ പണ്ടേ കേട്ടിട്ടുണ്ട്. അതുവഴി ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ മാനന്തവാടിക്ക് യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. വളരെ എന്നാണ്ട് എല്ലാവരും കാണേണ്ട ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് പ്രകൃതി സുന്ദരമായ പ്രദേശം. ഈ പാറ തന്നെ എത്ര ഏക്കർ ഉണ്ടെന്ന് അറിയോ? അടിപൊളി പാറക്കെട്ടാണ്. ഒരു പ്രകാരത്തിൽ ഇത് തകർന്നു പോവുകയോ പൊട്ടിപ്പോവുകയോ മറിഞ്ഞു പോവുകയോ ചെയ്യില്ല. അടിവാർപ്പാണ്. മര വേര് പോലെ ഇങ്ങനെ താഴേക്ക് എല്ലാ വശത്തേക്ക് കിടക്കുകയാണ്. ഇതൊന്നും ഭയപ്പെടേണ്ട ഒരു പാറക്കെട്ടല്ല ഇത്. ഉരുൾപൊട്ടമൊന്നും ഇതിനെ ഒന്നും ബാധിക്കില്ല. ഉരുൾപൊട്ട ഇങ്ങനെ ഭൂകമ്പുണ്ടായാൽ പോലും പോകുമെന്ന് എനിക്ക് സംശയം. അത്ര അടിയുറപ്പുള്ള സാധനമാണ്. സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് അസ്ലം, കണ്ണാടിപ്പറമ്പാണ്.
കണ്ണെടുക്കാം. കണ്ണൂർ ടൂർ വന്നിട്ട് അടിപൊളിയായിരുന്നു. സൂപ്പർ സൂപ്പറാ അല്ലേ? ഓക്കെ. ഈ പാറയുടെ മുകളിൽ കണ്ടോ കുറച്ച് വെള്ളം കിടക്കുന്നുണ്ടോ? ഇത് മഴ പെയ്തപ്പം കണ്ട് ഈ കുഴിക്കകത്ത് ഇങ്ങനെ കിടന്നതാണ്. ഇതേതോ ജീവികൾ കുടിക്കുന്നതോ ആരോ മാന്തി നോക്കിയതോ എന്തോ ആണ്. പാറക്കെട്ടിൻ്റെ മുകളിലാണ് ചെറിയൊരു വെള്ളച്ചനപ്പ്. കൊട്ടിയൂർ ഉത്സവം നടക്കുമ്പം ഇവിടെ ആളുകളെല്ലാം എത്തും. മിക്കവരും തന്നെ ഈ പാലുകാച്ചി കയറി ഇറങ്ങിയിട്ടാണ് ഉത്സവത്തിന് വരുന്നവർ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കേളകം ചുറ്റി അടയ്ക്കാത്തോടു കൂടി ശാന്തിഗിരി ചുറ്റി ഈ പാറക്കെട്ടിൻ്റെ മുകളിൽ അവർ വരും. അല്ലാതെ നീണ്ടു നോക്കി ആളുകൾ കയറി വരുന്നുണ്ട്. ഇത് നമ്മളാ കാണുന്ന ഈ താഴ്വ ആ വഴി കണ്ടോ, ഒരു ചെറിയ വര പോലെ കിടക്കുന്നത്, അത് ഈ പാലുകാച്ചിക്ക് വരുന്ന വഴിയാണ്. നീണ്ടു നോക്കിന്ന് കയറി വരാം. അങ്ങനെ കൊട്ടിയൂർ വരുന്നവർ അങ്ങനെയും കയറി വരുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഈ പാലുകാച്ചിയുടെ മണ്ടയിലെത്തും. ഒരടിപൊളി പാറക്കെട്ട് തന്നെയാണ് കേട്ടോ. ഉണ്ടോ, ഒരു ചെറിയ വര പോലെ താഴേക്ക് കിടക്കുന്നുണ്ടോ. നല്ല റോഡാണ് അത്, വാഹനങ്ങൾ കയറി വരുന്നതാണ്. അതിൽ നേരെ നീണ്ടു നോക്കിക്ക് പോകും. നീണ്ടു നോക്കി ടൗണാണ് അങ്ങ് താഴെ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് കൊട്ടിയൂർ. അതിലെ അങ്ങനെ വയനാടിനുള്ള വഴി അങ്ങനെ കിടക്കുക. നമുക്ക് ഏകദേശം ദിക്ക് ഇവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാം. അങ്ങ് പേരിയ വരെ നമുക്ക് ഇവിടുന്ന് ഏകദേശം തിട്ടപ്പെടുത്താൻ പറ്റും. കടുത്ത ചൂടിനെയൊക്കെ അതിജീവിച്ച് കണ്ടോ ഒരു ചെടി നിൽക്കുന്നുണ്ടോ. ഒരു മുൾച്ചെടിയാണേ ഇത് പൂത്ത് നിൽക്കുന്നത്. എന്തൊരു മനോഹാരിതയാണെന്ന് നോക്കി കണ്ടോ. ഇതിൻ്റെ പൂക്കൾ കണ്ടോ, സൂപ്പർ അല്ലേ. ഒരു മുൾച്ചെടിയാണ് കണ്ടോ, മുള്ള് കണ്ടോ. സാർമാരൊക്കെ തിരിച്ചു പോകാനുള്ള സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു കാര്യം കൂടെ ഒന്ന് ചോദിക്കാം സാറേ, കൂടുതൽ അളവിൽ ഇവിടെ ടൂറിസം വികസിക്കാൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? കണ്ണൂർ ജില്ലയിലേക്ക് തന്നെ ഏറ്റവും വികസന സാധ്യതയുള്ളൊരു മേഖലയായിട്ട് ഈ പാൽക്കാച്ചിയെ ഞങ്ങൾ കാണുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഒരു സിബ് ലൈനെങ്കിലും ഇടുകയാണെങ്കിൽ ഇന്ന് കാണുന്നതിൽ എത്രയോ ഇരട്ടി വികസനം ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ചുരുങ്ങിയത് ഒരു സിബ് ലൈനെങ്കിലും ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയുടെ മൊത്തം ഒരു വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് നമ്മുടെ ഈ പാൽക്കാച്ചി മേഖല. ഈ രണ്ട് പാറകൾ ചേർത്ത് ഒരു റോപ്പ് വേ ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള വരുമാനം ഈ രണ്ട് പഞ്ചായത്തുകൾക്കും ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. കാരണം രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പാറകളാണ്. പഞ്ചായത്തുകൾ, ഈ രണ്ട് പഞ്ചായത്തുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ വളരെ വരുമാനമുള്ള രണ്ട് പഞ്ചായത്താക്കിയിട്ട് മാറ്റാൻ ഈ ഒരു പ്രകൃതി വിഭവം ഇവർ കൃത്യമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി അത് പഞ്ചായത്തുകാർ അവരുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം എന്നുകൂടി ആശിക്കുകയാണ്. ഈ പാറയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി പാറയാ. കാരണം ഇത് വാർപ്പ് പാറയാണ്. ഒരു കാരണം എന്തുകൊണ്ട് ഇവർ ഇത്രയും കാലമായിട്ട് ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ളത് നമ്മളെ ശ്രദ്ധയിൽ വരികയാണ്. കാരണം വളരെ നല്ലൊരു സാധ്യത, ആ പാറ തന്നെ കണ്ടാൽ മനസ്സിലാവും. അതും ഇതും അതിന് പറ്റിയ ഒരു അന്തരീക്ഷത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, അവർ ഭാവിയിൽ ഇത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് വരട്ടെ എന്ന് ആശിക്കുന്നു. ഓക്കെ. കൊട്ടിയൂർ പഞ്ചായത്തും കേളകം പഞ്ചായത്തും ഈ രണ്ട് പഞ്ചായത്ത് കൂടിക്കൊണ്ടാണ് പാലുകാച്ചിയുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ അളവിൽ അവർ ഇനിയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.